പോവായിരുന്നു. എവിടെ ഷൂ എടുത്തില്ലല്ലോ. ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ദിവസത്തെ സ്റ്റേക്കേഷന് വേണ്ടി പോവാണ്. സ്റ്റേക്കേഷൻ അല്ല, അങ്ങനെയല്ല പറയുന്നത്. നമ്മളിവിടെ നമ്മുടെ ഐജിയുടെ തന്നെ വേറൊരു ഹോട്ടൽ റാസൽ കൈമയില. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തിരിച്ചാണെങ്കിൽ കയ്യിലെ പൈസ പൊട്ടിയതിൻ്റെ സങ്കടത്തിൽ നടക്കുക. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടോ. 2 മണിക്ക്, എത്ര മണിക്കാണ് ചെക്കിങ്? 2 മണിക്ക്, 2:30 3 മണിക്കാണ് ചെക്കിങ്. ഇപ്പം നമ്മൾ സമയം ഇപ്പം 3 മണി ആയിട്ടോ. ഇനി അവിടെ ചെല്ലുമ്പം എത്ര മണിയാവും? ഏകദേശം 3:30, 3:45. 4 മണിക്കൂറിനകത്തോടെ 4 മണി കഴിയും. ഗൈസ്, നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഇപ്പം ഇറങ്ങിയുള്ളൂ. ഇനി ഏകദേശം 30 മിനിറ്റ്, 35 1 അവർ. 1 മണിക്കൂർ. അപ്പം നമ്മളിനി 4 മണിയാകുമ്പോഴത്തേന് എത്തും കേട്ടോ അവിടെ. അപ്പം ഇല്ല, 4 മണിക്ക് എത്തൂല. 100-110 വിട്. നേരത്തെ ഇറങ്ങണ, നീ അവിടെ കളിച്ചു കിടന്ന് ബോയ്സിന് ജസ്റ്റ് അവർ പോയി കുളിക്കുന്നു, ഏതെങ്കിലും ഡ്രസ്സ് ഇടുന്നു, മുടി 2 അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, അവർക്ക് ഇറങ്ങാം. പക്ഷെ നമ്മൾ ഗേൾസിന്റെ അവസ്ഥ എങ്ങനെയാണോ? നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഫുൾ ഫസ്റ്റ് ഷവർ ചെയ്യണം, പിന്നെ ഡ്രസ്സ് നമ്മൾ തപ്പണം. ഇത് ഏത് ഡ്രസ്സാണ് നമ്മൾ ഇടാത്തതെന്നും അല്ലെങ്കിൽ അത് തന്നെ കണ്ടുപിടിക്കുക എത്ര പാടാന്നറിയോ? ഇടാത്ത ഡ്രസ്സ് ഇടണം, പിന്നെന്താ അതിനുള്ള മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് എന്ന് തന്നെ പറഞ്ഞാൽ ഫൗണ്ടേഷന്, അത് ഇത് തൊട്ട് സകലമായ സാധനം ചെയ്ത്, പിന്നെ നമ്മുടെ ആക്സസറീസ് മൊത്തം നമ്മൾ തപ്പിയെടുക്കണം. അങ്ങനത്തെ ഒരു 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 എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ താമസിക്കും. വീട്ടിലെ കാര്യം എല്ലാം നീ തന്നെ പറഞ്ഞ എന്റെ കാര്യമല്ല, ഇതിനകത്ത് വീട്ടിലെ ഏത് കാര്യം? നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആട്ടോ പ്ലാൻ ചെയ്ത്, അല്ലേ? ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ആട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി നമ്മളിപ്പോൾ സെക്കൻഡ് ടൈം ആട്ടോ നമ്മൾ റാസൽ കൈമയിലേക്ക് പോകുന്നത്. റിസോർട്ട് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസം, ബീച്ചും പൂളും, പിന്നെ അങ്ങനെ കുറച്ചൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. അവിടെ ചെല്ലുമ്പം ഞാൻ പ്രോപ്പർട്ടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഫൈനലി ഇന്റർകോണ്ടിനെന്റൽ റാസൽ ഖൈമ, വെൽക്കം ബാക്ക് എന്ന് അവർ പറയുമായിരിക്കും. ശരിയല്ല, നമ്മളങ്ങനെ ഫൈനലി ഇതിന് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എന്തായിരുന്നു നമ്മൾ കുറേ നാൾ മുമ്പ്. ഇതാണ് ആക്ച്വലി ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വരുന്നത്. അവിടെ ആയിട്ട് നമ്മുടെ ചെക്കിൻ റിസപ്ഷൻ ഏരിയ. നല്ല പ്രോപ്പർട്ടി ആയിട്ട്. ഇവിടെയൊക്കെ സൈഡിൽ എന്തൊക്കെയോ സാധനമുണ്ട്. അതെല്ലാം വില്ലാസ് ആണെന്ന് തോന്നുന്നു, അല്ലേ? ആ സൈഡിലായിട്ടുള്ളതല്ല. നമുക്ക് വേണ്ടി ചെക്കിൻ ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി. 456 വെൽക്കം ടു റാസൽ ഖൈമ. അവരുടെ ഒരു വെൽക്കം നോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പൂളിൽ പോകാൻ നോക്കുന്നു. ഇപ്പോൾ തന്നെ ഓൾറെഡി 4 മണി കഴിഞ്ഞു, 4:15. അപ്പം നമുക്കിനി ബീച്ചിൽ പോകണം, പൂളിൽ പോകണം. ക്ലൈമറ്റ് നല്ലതാണ് കേട്ടോ, ചൂടും ഇല്ല, ഒരു മീഡിയം, ഒത്തിരി തണുപ്പുമായിട്ടില്ല ചൂടും ആയിട്ടില്ല. അപ്പം ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. എന്നെ നമുക്ക് പുറത്ത് പോകാമെന്ന് ആലോചിക്കുന്നത്. നേരെ ഇനി പൂളിൽ പോവാം. അപ്പം ഇനി നമ്മൾ റെഡി ആയിട്ട് നമുക്കിനി കാണാം. ഞാൻ റൂമിൻ്റെ ടൂറ് ഇപ്രാവശ്യം നമുക്ക് ഡബിൾ ബെഡ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും കണ്ടതിന് ചേട്ടൻ അനിയത്തിനെ പോലെ തോന്നി.
ഈ ചളിയൊന്നും എടുത്തിട്ടേക്കല്ലേ. ഗൈസ് നമ്മളങ്ങനെ റെഡി ആയിട്ട് പൂളിലേക്ക് പോകാം. പൂൾ ബീച്ച് ഒക്കെ സമയം കിട്ടും. നല്ല ബാക്കിയൊക്കെ നാളെ ചെയ്യും. നാളെ പോലെ പക്ഷെ നല്ല രസമുണ്ട്. മീൻസ് പുറത്ത് ചൂടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം നമുക്ക് മെയിനായിട്ട് വൈകുന്നേരം ടൈമിൽ മാത്രമേ പൂളിലോ ബീച്ചിലോ ഒക്കെ പോകാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ നാളെ രാവിലെ ആണെങ്കിലും മീൻസ് അന്നത്തെ അത്രയും കമ്പാരിറ്റീവ്ലി ചൂട് കാണില്ല എന്ന് തോന്നുന്നു. ഞാൻ അറിയില്ല. അപ്പം നമുക്കിനി പൂളിലെത്തിയിട്ട് കാണാം. നമ്മളിങ്ങനെ പൂളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് പോർഷനൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ. പൂളിൻ്റെ സൈഡിലെത്തി കേട്ടോ. ആൾക്കാർ ഒത്തിരി കുറവാണെന്ന് തോന്നുന്നു അല്ലേ. വെയിൽ പോയതുകൊണ്ട് ഫോറിനേഴ്സൊക്കെ ഓൾറെഡി പോയി. കുറച്ചല്ലാത്ത ആൾക്കാർ ഹോട്ടലിൻ്റെ ടോട്ടലൊരു വ്യൂ വരുന്നത്. നമ്മുടെ റൂമിലേക്ക് തോന്നുന്നു ഏകദേശം അവിടെ ആയിട്ടാണ് തോന്നുന്നത്. നമ്മളങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പൂൾ ഏകദേശം ക്ലോസ് ചെയ്യാറായി. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ആ മൈക്ക് എടുക്കുക, അല്ലെങ്കിൽ സൗണ്ട് കിട്ടില്ല. ഷാരൂണ് തീരെ വിശക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഞെക്കി പിടിക്കാം. ഗ്രീൻ കളർ വന്നു. ഞെക്കി പിടിക്കാം. ഇതാട്ടോ നമ്മുടെ പൂള്. ഗ്രീൻ കളർ വരണം. ആ യെല്ലോയിൽ ഞെക്ക. പൂൾ ഏകദേശം ക്ലോസ് ചെയ്തു കേട്ടോ. വന്നോ? നിങ്ങൾ റിലാക്സ് ചെയ്തു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച് പെട്ടെന്ന് ഇവിടെ എത്തി. എന്താണ് തോന്നുന്നത്? രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ്, എന്ത് മാറ്റങ്ങളാണ്, എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്? പറയൂ. ഒരു മാറ്റമില്ല. മറ്റേ വാർത്തയിലൊക്കെ പറയുന്നത്. വിശക്കുന്നുണ്ടോ? നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഉണ്ടല്ലോ, എന്തോ യുദ്ധം ചെയ്യുന്ന പോലെയാണ്. ഇത് ഞാൻ ഒരു കോഴിക്കാല കഴിച്ചുള്ളൂ, ബാക്കി 4 കോഴിക്കാല ആര് കഴിച്ചു? അപ്പം നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാം. ഗൈസ് നമ്മളങ്ങനെ പൂളിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മളിനി റൂമിലേക്ക് പോകാം കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്ന സ്ഥലത്ത് മറ്റേ കല്ലിന് എന്തോ പ്രതിമയൊക്കെ ഇല്ലായിരുന്നോ? ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഗ്രൗണ്ട് ഫ്ലോർ. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ഫ്ലോറിലാണ്? ഫസ്റ്റ് ഫ്ലോർ. ഇത്ര ഫസ്റ്റ് ഫ്ലോർ കയറിയോ? ഗൈസ് 2 സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു. നമ്മൾ റൂമിൽ പോയിട്ട് റെഡി ആയിട്ട് എവിടെ പോകുന്നു? ഉറങ്ങുന്നു. അല്ല, ബീച്ചിൽ പോകണ്ടേ? ജസ്റ്റ് നടക്കാനായിട്ട് മേ ബി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കിനി റൂമിൽ പോയിട്ട് തീരുമാനിക്കണം. ഹൗസ് കീപ്പറെ കല്യാണം കഴിച്ചുള്ള അവസ്ഥ. ഏത് ഫ്ലോറിൽ പോയാലും അല്ലെങ്കിൽ ഏത് റൂമിൽ, ഏത് ഹോട്ടലിൽ, എവിടെ പോയാലും അവിടെ ഡസ്റ്റ് ഉണ്ടോ, പൊടിയുണ്ടോ, അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ഏതാ യൂസ് ചെയ്യുന്നത്, ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, ഒരു രക്ഷയില്ല. എന്നിട്ട് എങ്ങാനും ഒരു ടവർ നിലത്തിടുക. ഞാൻ അപ്പോൾ പറയും നിനക്കറിയത്തില്ല ഹൗസ് കീപ്പേഴ്സിൻ്റെ ബുദ്ധിമുട്ട്, അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നത് ഫുള്ള്. എന്താണ് ഹൗസ് കീപ്പറിന് പറയാനുള്ളത് അങ്ങനെയുള്ള കസ്റ്റമറുടെ അടുത്ത്? അങ്ങനെയുള്ള കസ്റ്റമറുടെ തല പിടിച്ച് മുട്ടടിച്ചു കൊടുത്തത്. നമുക്ക് റൂമിലെത്തിയിട്ട് കാണാം കേട്ടോ. ഹായ്, നമ്മളങ്ങനെ റൂമിൽ വന്നിട്ട് ഇപ്പം ഇവിടെയാണ് കുറച്ച് ലൈറ്റുള്ളത് അല്ലേ. ഓക്കെ, നമ്മളങ്ങനെ റൂമിൽ വന്നിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ഇനി നമ്മൾ പുറത്ത് ഡിന്നർ കഴിക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഈവനിങ് പ്രോപ്പർട്ടിയിലൂടെ വാക്ക് ചെയ്യാൻ. ഇവിടെ നല്ല രസമാണ് പുറത്തൂടെ. എസ്പെഷ്യലി നമ്മളിപ്പോൾ റിസോർട്ട് പ്രോപ്പർട്ടിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തൂടെയൊക്കെ നടക്കാനൊക്കെ ആണെങ്കിലും ഭയങ്കര രസമുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ എല്ലായിടത്തും തന്നെ ഉള്ളത്.
അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഡിന്നർ കഴിക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തൂടെ നടക്കാനായിട്ട് പോവാം. ഗൈസ്, നമ്മളങ്ങനെ ഡിന്നർ കഴിക്കാൻ പോവാം കേട്ടോ. നമ്മൾ എവിടെ പുറത്ത് പോകണോ അതോ ഇവിടെ തന്നെ ഫുഡ് കഴിക്കണം എന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ജസ്റ്റ് ഒന്ന് പ്രോപ്പർട്ടിയൊക്കെ ചുറ്റി കണ്ടിട്ട് ഗ്രൗണ്ടാണ് കാർഡ് വേണം, കാർഡ് ഇട്ടാലും ഇവിടുത്തെ ലിഫ്റ്റെല്ലാം വർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ പോയിട്ട് നമുക്ക് പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് ചുമ്മാ നടന്ന് കണ്ടിട്ട് അപ്പോഴത്തേക്കും വിശക്കുമായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി പൂളിൽ നിന്ന് കഴിച്ചു, പൂൾ സൈഡിൽ നിന്ന് കഴിച്ചല്ലോ. അപ്പോൾ അപ്പോഴത്തേക്കും വിശക്കുമ്പോഴത്തേക്കും നമുക്ക് തീരുമാനിക്കാൻ ഞാൻ വിചാരിക്കുന്നു, നമ്മൾ വിചാരിക്കുന്നു. ഇവിടെ എന്തോ ഉണ്ട്, പക്ഷേ മ്യൂസിക്കിൻ്റെ സൗണ്ട് കാരണം അറിയില്ല കേട്ടോ. നമ്മൾ നടന്ന് കൊണ്ട് പറ്റത്തിട്ട് ഇവിടെ ഫുട്ബോളിൻ്റെ മാച്ച് അവർ വലിയ സ്ക്രീനിലിട്ടിട്ടുണ്ട്. ഇതാ നമ്മൾ കുറച്ച് മുമ്പ് പ്ലാൻ ചെയ്ത് മേ ബി നമുക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്ത റെസ്റ്റോറൻറ്റ് കേട്ടോ. നമുക്കിതിലേക്ക് നടന്നിട്ട് നമുക്ക് പോയി നോക്കാം അവിടെ. അടിപൊളിയല്ലേ ആ കളർ തീമും, പിന്നെ ആ സ്റ്റെയർ കണ്ടോ. നെക്സ്റ്റ് ടൈമിൽ ഇതുപോലെ വലിയ ബബിൾ വെച്ചിട്ട് കണ്ടോ, ടോപ്പിൽ ബോ വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ റെഡ് ക്രിസ്മസ് ട്രീ. ഇതാരത്? ഇതേത് പട്ടാളക്കാരൻ? രാജാവോ? സ്റ്റെയർ നല്ല രസമുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഒരു ക്രിസ്മസിൻ്റെ ലൈറ്റ്സും ബോൾസൊക്കെ വെച്ചിട്ട് ഇറ്റ്സ് വെരി നൈസ്. നീ എന്തെടുത്ത? ഇതാണ് ബുഫേയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് വേണോ? കടയിട്ടോ വെജീസ് സൂപ്പ് ആണ്, ബീഫ് ഐറിഷ്. ഇത് കോഴി, കുഞ്ഞിക്കോഴി പറഞ്ഞു കോഴിലാണ്. ഓക്കെ ഓക്കെ, ഒരു ഫുൾ കാർഡ് എടുത്തു. രസമുണ്ടല്ലേ? നല്ല ഇറച്ചിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ ഏരിയയിൽ കുറേ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളി ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുക. ഞാൻ ഓൾറെഡി ജയിച്ചു. ഞാൻ 4, ഷാരോൺ 3. പിന്നെ ഇവിടെ ചെറിയ ക്യാമ്പ് ഫയർ അല്ല, ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് വാമാവാനായിട്ട്. നമുക്ക് അവിടെ പോയിരിക്കാം. അവരവിടെ നിന്ന് പോന്നു. അവിടെ ഇങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസം. ഷാരോൺ അവിടെ ഇരിപ്പുണ്ട്, ചൂട് കൊണ്ടുണ്ട്. നീലാകാശം പച്ചക്കട ചുമന്ന നമ്മളങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഇഡ്ഡലിയും ആലു പൊറാത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അവിടുത്തെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ. ആ കൊള്ളാം അല്ലേ? എന്താ മറ്റേ ദാൽ ആലു പൊറാട്ട അത് കൊള്ളാം. ഇന്ന് വെയിലില്ല കേട്ടോ. ഇന്നൊരു മൂടിയ ക്ലൈമറ്റ്. ഇന്ന് യു എയിൽ ഫുള്ളും മഴാവധി കാണുമോ? നാളെ ഇട്ടിട്ട് പോകാൻ സാധിക്കുമോ? ഇവിടെ കളക്ടർ ഇല്ലാത്തതുകൊണ്ട് അവധി പ്രഖ്യാപിക്കില്ല ഗൈസ്. ഇന്ന് രാവിലെ മറ്റേ ഫോർകാസ്റ്റിലുണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തോ ഇല്ലെന്ന് അറിയത്തില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നു. ഇനി നമ്മൾ പൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ റെഡിയായി. ഇനി ഷാരോണോട് റെഡി ആയിട്ട് കഴിയുമ്പം നമുക്ക് പൂളിലേക്ക് പോവാം. നമ്മൾ പിന്നെ ഇന്ന് ബീച്ചിൽ വന്നിട്ട്, പക്ഷെ ചെറുതായിട്ട് മഴ തൂളാനായിട്ട് ചാൻസ് ഉണ്ട്. എല്ലായിടത്തും തന്നെ മഴയായിട്ടുണ്ട്. യു എയിൽ ഈ ആഴ്ച ഫുള്ള് മഴയാണെന്ന് പറഞ്ഞത്. അപ്പം നമ്മളതിന് മുമ്പ് പൂളിൽ ചാടിയിട്ട് ബീച്ചിൽ പോകുന്നുണ്ട്. അന്ന് ഫസ്റ്റിൽ ബീച്ചിൽ പോയിട്ട് വരാമായിരുന്നു. നമ്മളങ്ങനെ ബീച്ചിൽ വന്നിട്ട് ഇവിടെ വൈറ്റ് സാൻഡ് ആയതുകൊണ്ട് ഈ ബ്ലൂ കളറ് സൺബെഡോട് വരുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ ക്ലൈമറ്റ് കുറച്ച് തണുപ്പായതുകൊണ്ട് ഒത്തിരി ആൾക്കാരില്ല. ഒത്തിരി പേര് നിന്ന് ബീച്ചിലും പൂളിലൊക്കെ ആയിട്ട്. ഇവിടെ ഇങ്ങനെ ഗെയിംസിൻ്റെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്, പക്ഷെ വെള്ളം കൂടുതലാണ്. ഗൈസ്, നമ്മുടെ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് പൂൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ ബാക്ക് ടു ഡിബ്ബ. അങ്ങനെ നമ്മൾ റാസൽ ഖൈമയിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.